ഹലോ ടൈനി നോട്ട്സ്. വെൽക്കം ബാക്ക് ടു കാലിറ. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഷോർട്സിൽ പറഞ്ഞ പോലെ എങ്ങനെ നമുക്ക് സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യും. അതാണല്ലോ നമ്മുടെ മെയിൻ ആപ്പ്. അപ്പോൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ പാറ്റേൺ പേപ്പർ ഫ്രീ പ്രിൻ്റബിൾ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് കുറേ പേസ്റ്റൽ, എസ്തറ്റിക്, മിനിമൽ പാറ്റേൺ പേപ്പേഴ്സ് കാണാൻ പറ്റും പ്രിൻ്റബിൾ ഫോമാറ്റിൽ. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ അത് ആ മേളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ആ ഇമേജ് ഡൗൺലോഡ് ആക്കി എടുക്കാം. ഈ ഒരു ഇമേജ് അല്ലാണ്ട് വേറൊരു ഇമേജ് കൂടി ഡൗൺലോഡ് ആക്കി എടുത്തിട്ടുണ്ട്. വീട്ടിൽ അപ്പോൾ ബഡ്ജീസ് ഉണ്ട്, അതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കിളിയുടെ സൗണ്ട്. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാതിരുന്നാലും റെക്കോർഡ് ചെയ്യാനിരുന്നാലും ഇവരിങ്ങനെ എന്ത് ചെയ്യാനാ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാൻവ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഈ അപ്ലോഡ് എന്ന ഭാഗത്ത് വന്നിട്ട് അവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത രണ്ടിതും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ഫയൽസ് എന്ന് കാണുന്നില്ലേ മുകളിൽ, അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടുന്ന് നമുക്ക് വേണ്ടുന്ന ഇമേജ് സെലക്ട് ചെയ്തിട്ട് ആ സൈസൊക്കെ കറക്റ്റ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട്, അപ്പം ഓവർലാപ്പ് ചെയ്യുമ്പോൾ നോക്കണം, ഇടയ്ക്ക് വൈറ്റ് സ്പേസ് വരാതൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ട് നമ്മൾ ആ ഫുൾ A4 സൈസ് പേജിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഡിസൈൻ്റെയും അതുപോലെ നെക്സ്റ്റ് ഡിസൈൻ്റെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാൻ ആ താഴെ കൊടുത്തിരുന്ന ആഡ് പേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ വേറെ ഡിസൈൻസിൻ്റെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റിക്കേഴ്സിൻ്റെ ആണ് ഇവിടെ ചെയ്യുന്നത്. അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ സൈഡിൽ കാണുന്ന അത് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമുക്ക് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ PDF പ്രിൻ്റ് സെലക്ട് ചെയ്താണ് എപ്പോഴും പ്രിൻ്റ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമുക്കത് PDF ഫോർമാറ്റിലായി കിട്ടും. ഞാൻ ആ PDF ഇവിടെ ഓപ്പൺ ആക്കി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ PDF നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിൻ്റ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പ്രിൻറ്റിങ് ഷോപ്പിൽ നമുക്കത് അയച്ചു കൊടുത്താൽ നമുക്ക് അത് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഷോപ്പിൽ പോയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാനെടുത്ത 3 പാറ്റേൺ പേപ്പേഴ്സ്. അതോടൊപ്പം തന്നെ ഞാൻ സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ അതും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഞാൻ ഒരു ക്യൂട്ട് പൗച്ചൊക്കെ ഉണ്ടാക്കി സ്റ്റിക്കേഴ്സ് എല്ലാം അതിലാക്കി. അപ്പോൾ ആകെയുള്ളൊരു പണിയെന്ന് വെച്ചാൽ നമുക്കത് വെട്ടിയെടുക്കുന്നതാണ്. സ്റ്റിക്കേഴ്സ് നമുക്ക് പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടും, പക്ഷേ പിന്നെ ആ ഒരു ബോർഡറൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കൽ ഇച്ചിരി ടാസ്ക്കാണ്. പക്ഷേ റിസൾട്ട് അടിപൊളിയാണ് ഗൈസ്. നല്ല ഈ എസ്തറ്റിക് സ്റ്റിക്കേഴ്സ് അല്ലേ, അപ്പം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഡു ലെറ്റ് മീ നോ യുവർ കമൻറ്റ്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അത് ഇടാവുന്നതാണ്. സബ്സ്ക്രൈബ് ഗൈസ്. ബൈ.